പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. കാരണം ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടാൽ നമ്മൾക്ക് ഭയമാണ് തോന്നുക. നാളെ ഭാവിയില്ല എന്ന് തോന്നിപ്പോവുകയാണ്. നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം കിട്ടുമോ? വരും കാലങ്ങളിൽ എന്താണ് സംഭവിക്കുക? ലോകം മുഴുവനും ഇളകി മറിയാൻ തുടങ്ങുന്നു. അനേകം ഭക്ഷണ മേശകൾ, സാമ്പത്തിക സ്രോതസ്സുകൾ തട്ടിമറിക്കപ്പെടുന്നു. കൊലപാതകത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. ബലാത്സംഗത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. ലോകത്തൊരു ഭാഗത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. യുദ്ധം പടർന്നു പന്തലിക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിമിഷം ഇപ്പോൾ ഞാനൊരു വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടാൻ തുടങ്ങുന്നത് തന്നെ. പ്രിയപ്പെട്ടിരുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ആ വാർത്തയിൽ കേട്ടതാണ്. അത് അദ്ദേഹം പറയുന്നതാണ്, വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നു. അത് ഭൂമിയിൽ പതിച്ചാൽ അത് വലിയ ഒരു ലക്ഷം അണുബോംബ് ഭൂമിയിൽ ഇടുന്ന പോലെ ഇരിക്കും. ഭൂമിയുടെ ഒരു ഭാഗം തന്നെ, ഭൂമിയുടെ ഒരു പ്രദേശം തന്നെ, ഭൂമിയുടെ ചിലപ്പോൾ പകുതി ഭാഗം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ആകുമെന്നൊക്കെയാണ് അദ്ദേഹം ആ വാർത്തയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ വാർത്തയെപ്പറ്റി ഇതാണ് ഞാൻ ഒരു കാര്യം പറയാം. എപ്പോഴും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്ന് പറഞ്ഞ വചനത്തിൽ ശാസ്ത്രീയതയുണ്ട്, സയൻറ്റിഫിക്കായിട്ട് ശരിയാണ് എന്ന് ഞാൻ പറയുന്നതിന് കൂടുതൽ തെളിയിക്കുവാൻ ഇപ്പോൾ പറഞ്ഞ ഈ വാർത്തയും വളരെ ശ്രദ്ധാണ്. അത് ശാസ്ത്രം, നാസ എന്ന ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നു. എന്നാൽ ഈ ചിഹ്നഗ്രഹം വരുന്നതിനെപ്പറ്റി വെളിപാട് ഗ്രന്ഥത്തിൽ സർവശക്തനായ സ്വർഗം, പിതാവ് അല്ലെങ്കിൽ ത്രിത്വം അല്ലെങ്കിൽ യേശു ക്രിസ്തു എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ പഠിക്കേണ്ടതും നോക്കേണ്ടതും വെളിപാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനത്തിലേക്ക് വരണം. നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം പ്രിയ സഹോദരങ്ങളെ. ഇതൊക്കെ പച്ച പരമാർത്ഥ സത്യമാണ്. ഇതെല്ലാം ഇങ്ങ് എത്തിക്കഴിഞ്ഞു, നമ്മുടെ തലയിലേക്ക് വരികയാണ്. വെളിപാട് പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. പാതാള ഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാളഗർത്തം തുറന്നു. അവിടെ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്ന് എന്നതുപോലെ പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. ആ പുകയിൽ നിന്ന് വെട്ടുകിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭൂമിയിലെ തേളുകളുടേത് പോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. അത് കുറച്ചുകൂടെ അതിൻ്റെ വിശദവിവരങ്ങളാണ്. പ്രിയപ്പെട്ട, ഇത് ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപാട് ഗ്രന്ഥം വായിച്ചാൽ പൊതുവെ ആർക്കും അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ സത്യസന്ധത, പ്രത്യേകിച്ചും അതിലെ സയൻറ്റിഫിക് എവിഡൻസ്, ശാസ്ത്രീയ തെളിവുകൾ, അതിൻ്റെ കണക്കുകൂട്ടലുകൾ, ശാസ്ത്രത്തിൻ്റെ സത്യങ്ങൾ, ശാസ്ത്രവും ദൈവത്തിൻ്റെ വചനവും തമ്മിൽ ബന്ധമുണ്ടോ, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ, കുറേ പൊട്ടന്മാരെഴുതി വെച്ചാണോ അല്ലയോ എന്ന് തെളിയിക്കുവാൻ, അറിയുവാൻ ഇന്നത്തെ ഈ മലയാളി വാർത്ത ഇൻസൈഡിൽ നിന്ന് കിട്ടിയ നാസയുടെ തെളിവോടുകൂടി ഒരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നു എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വെളിപാട് ഗ്രന്ഥം യോഹന്നാനോട് പറഞ്ഞ് യേശു പറഞ്ഞു കൊടുത്ത് എഴുതുമ്പോൾ എഴുതി വെച്ച സത്യം വെളിപാട് ഗ്രന്ഥം 9-ാം അധ്യായം 1-ാം തിരുവചനം പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടെ, ഇത് പരമസത്യമാണ്. ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നുണ്ട്, വരിക തന്നെ ചെയ്യും. അത് ഭൂമിയിൽ നിപതിക്കുക തന്നെ ചെയ്യും. അത് അടുത്തെത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അത് എഴുതി വെച്ചിരുന്ന ഒന്നുകൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 5-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. ചിഹ്നഗ്രഹം എന്ന് പറയുമ്പോൾ അന്നത്തെ ഭാഷയിൽ, ഇന്നത്തെ ഭാഷ നോക്കുന്ന ഒരു ഗ്രഹം, ഒരു നക്ഷത്രം. പാതാള ഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇത് വളരെ ദൂരെ നിന്ന്, ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇത് ഭൂമിയിലേക്ക് വരുന്നത്. അതിൻ്റെ വേഗത മിന്നൽ പിണര് പോലെയാണ്. ഇടിവാള് പോലെ ഭാരമുള്ള ഈ വസ്തു ഭൂമിയിലേക്ക് വന്ന് പതിച്ചാൽ അതിൻ്റെ ആ സ്പീഡും കൊണ്ട് അത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും, ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഭൂമിക്ക് ഉള്ളിൽ എന്താണ്? ലാവയാണ്. നമുക്കറിയാം, അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാവയാണുള്ളത് നമുക്കറിയാം. അപ്പോൾ ഭൂമിക്കുള്ളിലെ ലാവയുടെ അടുത്തെത്തുന്നത്രം വരെ ഇത് ആഴത്തിലേക്ക് ഇറങ്ങി അങ്ങ് ചെല്ലും. അതിൻ്റെ ക്ഷതം, അതിൻ്റെ ഭൂമിയുടെ കുലുക്കം,
അതിൻ്റെ ഭൂമിയുടെ പ്രകമ്പനം, അതിൽ നിന്ന് ലാവ പുറത്തേക്ക് വരും. അതിൽ നിന്ന് പൈശാചി ശക്തിയുള്ള വെട്ടുക്കിളി പോലെ, തേളുകൾ പോലെയുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ, വെളിപാട് ഗ്രന്ഥത്തിൽ 9-ാം അധ്യായം 1-ാം തിരുവചനം എടുത്തു വെച്ച് വായിക്കണം പ്രിയ സഹോദരങ്ങളെ. ഇതെത്തി. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് നടക്കുന്ന തിന്മ, പാപത്തിൻ്റെ കാലഘട്ടം കടന്നുപോയി. ഭൂമിയിൽ പാപമെന്നൊന്നില്ല. പാപമില്ലാത്ത അവസ്ഥയിലേക്ക് ലോകമെത്തി എന്ന് പറഞ്ഞാൽ, പാപം നീക്കം ചെയ്യപ്പെട്ടപ്പോൾ തൽസ്ഥാനത്ത് സ്ഥാനം പിടിച്ചതാണ് തിന്മ. തിന്മ പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. ആ തിന്മയിൽ ആവസിക്കുന്നത്, തിന്മ ചെയ്യുമ്പോൾ അവിടെ ഉരുത്തിരിയുന്നത്, തിന്മയിൽ ആവസിക്കുന്നത്, തിന്മയുടെ ശക്തി എന്ന് പറയുന്നത് പിശാചാണ്, പൈശാചികതയാണ്. അത് സാത്താൻ. അപ്പോൾ സാത്താൻ ലോകത്ത് നിറഞ്ഞു കഴിഞ്ഞൊരു കാലഘട്ടത്തിലൂടെ ലോകം നടന്നു നീങ്ങുമ്പോൾ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയെന്ന് ശാസ്ത്രം സമ്മതിക്കുമ്പോൾ, നമ്മുടെ സഭയോ ക്രിസ്ത്യാനികളോ വിശ്വാസികളോ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല, ഇത് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതാണെന്ന് വെച്ച് തള്ളിക്കളയുമ്പോൾ, പ്രിയ സഹോദര സഹോദരി ഓർമ്മിച്ചോ, ഇത് നാളെ ഭൂമിയിൽ നിപതിച്ചാൽ ഭൂമിയുടെ കുലുക്കം അതിഭയാനകമായിരിക്കും. അവിടെ നിന്ന് വരുന്ന പുക കൊണ്ട് എന്താണ് സംഭവിച്ചത് വന്നിരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. 3 ദിവസത്തെ അന്ധകാരം, ത്രിദിന അന്ധകാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മാതാവിൻ്റെ വെളിപ്പെടുത്തൽ ത്രിദിന അന്ധകാരം എന്ന് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റാണ് പ്രിയ സഹോദരങ്ങളെ. ത്രിദിന അന്ധകാരം എന്ന് പറഞ്ഞാൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് വലിയ തീച്ചൂളി നിന്ന പോലെ പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. സൂര്യൻ ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 3 ദിവസം അന്ധകാരമായതല്ലേ? 3 ദിവസം. ഇനി 3 ദിവസം കൊണ്ട് 3-ൽ കൂടുതൽ ദിവസം അന്ധകാരം ഭൂമി നിൽക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? 3 ദിവസം കൊണ്ട് ഭൂമി ശരിയായി വരണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒരാഴ്ചയായിട്ട് പോയേക്കാം, ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും ഈ സൂര്യനെ മൂടിയ പുകയും ഈ ചാരവും ഈ അന്തരീക്ഷത്തെ മാലിന്യം കൂടെ പയ്യെ പയ്യെ മാറി വന്നിട്ട് അല്പം സൂര്യപ്രകാശമോ അല്ലെങ്കിൽ അല്പം നല്ല വെളിച്ചമോ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഭൂമിയുടെ അവസ്ഥ? ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ഭയാനകമായ 1 ലക്ഷം ആണവ അണുബോംബ് ഭൂമിയിലേക്ക് വന്ന് നിപതിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയുടെ ശക്തി എത്രയോ അതുപോലെ ഭയാനകമാണ്. അതിനേക്കാൾ അണുബോംബ് ശൂന്യാകാശത്താണ് വീഴുന്നത്, ഇത് അല്ലെങ്കിൽ ബഹിരാകാശത്താണ് വീഴുന്നത്. ഇത് അതിനേക്കാൾ ഉയർത്തി പ്രപഞ്ചത്തിൻ്റെ സൗരയൂഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഭൂമിയിലേക്ക് നിപതിക്കുന്നത്. അതിൻ്റെ ഫോഴ്സ്, അതിൻ്റെ ശക്തി പറഞ്ഞറിയിക്കുക ആർക്കും സാധ്യത. ശാസ്ത്രമൊന്നും കണക്കുകൂട്ടിയാൽ പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ മലയാളി വാർത്ത ഇൻസിഡൻറ്റിൽ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് ഈ സന്ദേശം നാസയുടെ വെളിപ്പെടുത്തലുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദൈവാത്മാവ് എന്നോട് ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 5 മാസം പീഡിപ്പിച്ചേർക്കാനാണ് അവർക്ക് അനുവാദം നൽകപ്പെട്ടത്. അവരെ പീഡനമാകട്ടെ തികളുത്തുമ്പോഴതുപോലെ ആ നാളുകളിൽ മനുഷ്യൻ മരണത്തിലും. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിച്ചാൽ അവിടെ സംഭവിക്കുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടിയുണ്ട്. ഈ നക്ഷത്രം ഭൂമിയിലേക്ക് വീണാൽ എന്തൊക്കെ സംഭവിക്കുന്ന അതിൻ്റെ അടി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമി ആ പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. വെട്ടുക്കിളികൾ അതായത് പൈശാചി ശക്തിയുള്ള, സാത്താൻ്റെ ശക്തിയുള്ള, അത് എന്താണത്? ഈ ലാവയ്ക്കകത്താണ് ഈ വെട്ടുക്കിളികൾ കിടക്കുന്നത്. ആ ലാവയ്ക്കകത്ത് മറ്റേ തേള് പോലത്തെ ഒരു സാധനമുണ്ട്. മനുഷ്യൻ്റെ തലയും തേളിൻ്റെ ഉടലുമുള്ള ഒരു വസ്തു. അതും പറയുന്നുണ്ട്. ആ പുകയിൽ നിന്ന് വെട്ടുകിളി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭൂമിയിലെ തേളുകളുടേത് പോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. ഭൂമിയിലെ തേളുകളുടെ ശക്തി ഈ വെട്ടുകിളിക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചക്കൊടികളോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഇന്നലത്തെ എൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമം നെറ്റിത്തടത്തിലുള്ള വ്യക്തികൾ, അതായത് യേശു ക്രിസ്തുവിൻ്റെ നാമം നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാവരുടെയും നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമുണ്ട്. എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്. അയ്യോ, പള്ളി നിറച്ച ആളുകളാണ്, എല്ലാവരും കുർബാന സ്വീകരിക്കുന്നുണ്ട്, എല്ലാവരും ധ്യാനം കൂടുന്നുണ്ട്. 38 കോടി 100 കോടി ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ അവരെല്ലാം ക്രിസ്ത്യാനികളല്ലേ, പള്ളി പോകുന്നുണ്ടല്ലോ, വലിയ ധ്യാനവും കൂടുന്നുണ്ട്, ഒക്കെ കൂടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം പ്രിയ സഹോദരങ്ങളെ, ഇത് യേശു ക്രിസ്തു എന്ന ആ പരമസത്യ ദൈവത്തിൻ്റെ നാമം കാണുകയും കേൾക്കുകയും ചെയ്ത ഏതൊരു വ്യക്തിയും പിന്നീട് ഒരു സിനിമ തിയേറ്ററിൽ കയറിയാൽ, ഒരു സിനിമയുടെ മുമ്പിലിരുന്നാൽ, ഒരു സീരിയലിന് മുമ്പിൽ പോയിരുന്നാൽ, ഒരു അശുദ്ധിയുടെ ഒരു മ്ലേച്ഛതയുടെ സംഭാഷണം കേട്ടാൽ ആ മുദ്ര, യേശുവിൻ്റെ മുദ്ര മാഞ്ഞു പോകും. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. അല്ലാതെ നമ്മൾ വിചാരിക്കും ഒരു ചുരിദാറിട്ടുകൊണ്ട് പോയാൽ ആ യേശുവിൻ്റെ മുദ്ര ഉണ്ടാവുകയില്ല.
പാൻറ് ഷർട്ടുമിട്ട സ്ത്രീകൾ ഈ ഭൂമിയിൽ കൂടെ നടന്നാൽ ഒരു യേശുവിൻ്റെ മുദ്ര ആ സ്ത്രീയുടെ നെറ്റിത്തടത്തിലുണ്ടാവില്ല. ബർമുടിയിട്ട് നടന്നാൽ ഒരു യേശുവിൻ്റെ മുദ്രയും നിങ്ങളുടെ നെറ്റിത്തടത്തിലുണ്ടാവില്ല. നിങ്ങൾ മാരണം മറക്കാതെ ഷാൾ ഉപയോഗിക്കാതെ സ്ത്രീകൾ നടക്കുന്നത്, അങ്ങനെ നടന്നാൽ പ്രിയ സഹോദരങ്ങളെ ഒരു യേശുവിൻ്റെ മുദ്രയും നിങ്ങളുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കില്ല. അവിടെ എന്താണ് സംഭവിക്കുക? അങ്ങനെയുള്ളവർക്ക് കർത്താവ് പറയുന്നത് എന്താണ്? ഭൂമിയിലെ തേളുകിടുന്നത് പോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിന് മുദ്രയില്ലാത്ത മനുഷ്യരല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചക്കൊടികളോ വൃക്ഷങ്ങളോ ഉപദ്രവിക്കരുത് അവിടെ കൽപ്പിച്ചു. ഭൂമിയിൽ യേശുവിൻ്റെ മുദ്രയില്ലാത്തവരെ അല്ലാതെ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ, അതായത് യേശുവിൻ്റെ മുദ്രയുള്ളവരെ കർത്താവ് സംരക്ഷിക്കും. മുദ്രയില്ലാത്തവരെ കർത്താവ് എങ്ങനെ ശിക്ഷിക്കുന്ന കർത്താവ് വന്നിരിക്കുന്നത്? മനുഷ്യരെ ഉപദ്രവിക്കരുതെന്ന് അവർ കൽപ്പിച്ചു. മനുഷ്യരെ കൊല്ലാനല്ല, 5 മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത്. അവരുടെ പീഡനമാകട്ടെ തേള് കുത്തുമ്പോഴത്തോ പോലെ തന്നെയുള്ള വേദന. ആ നാളുകളിൽ മനുഷ്യൻ മരണത്തെ തേടും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും. ഭയാനകമാണ് സംഭവം പ്രിയപ്പെട്ടവർ. ഇതൊന്നും വായിച്ച് പച്ചയായിട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഭീകരമാണ് ഈ സംഭവം. ഭൂമിയുടെ കുലുക്കം, ഭൂമിയുടെ വൈബ്രേഷൻ അത്ര ഭയാനകമായിരിക്കും. അനേകം കെട്ടിടങ്ങൾ താഴേക്ക് വീഴും. ലക്ഷക്കണക്കിന് മനുഷ്യർ ഭൂമി കുലുക്കത്തിൽ മരിക്കും. അതൊക്കെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കും. ഒറ്റ സെക്കൻഡ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ നക്ഷത്രം ഭൂമിയിലേക്ക് നിപതിക്കുകയും വലിയ ഭൂമി കുലുക്കവും ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ അപ്രത്യക്ഷമാവും. കുമിള പൊട്ടുന്ന പോലെ പ്രിയപ്പെട്ടു. പിന്നീട് അതിൻ്റെ പീഡനങ്ങളോ, തേള് പോലത്തെ സംഗതികൾ പുറത്തു വരിക, അത് മനുഷ്യനെ കുത്തുക, മനുഷ്യന് ഭയാനകമായ വേദന. ആ വേദനയുടെ മനുഷ്യൻ പല്ല് പിടിക്കും, മനുഷ്യൻ ഭയം കൊണ്ട് വിറയ്ക്കും. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യും? മരിച്ചാൽ മതിയെന്ന് മനുഷ്യൻ ആഗ്രഹിക്കും. കാരണം ഇത് കുത്തും. യേശുവിൻ്റെ മുദ്രയില്ലാത്ത എല്ലാ വ്യക്തികളും ഇത് കുത്തും. ആ കുത്തിൻ്റെ വേദന മനുഷ്യൻ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ മരിച്ചേക്കാമെന്ന് തീരുമാനിക്കും. പക്ഷെ മരിക്കാൻ അവർക്ക് പറ്റില്ല. മരണം അവരിൽ ഓടിയെങ്കിലും മരിക്കാൻ ആഗ്രഹിച്ചാലും മരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് അവർ കടന്നുപോകും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ സത്യമാണ്, ശാസ്ത്രീയമായിട്ട് സത്യമാണ്, വചനം പരമസത്യമാണ്. ഇന്ന് ലാവയ്ക്കുള്ളിൽ 1 അടി നീളമുള്ള, 2 അടി നീളമുള്ള ഒരു പ്രത്യേക പുഴു ഉണ്ടെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ യൂട്യൂബിനകത്ത് വാർത്തയിൽ കണ്ടാണ്. അത് എങ്ങനെ ചലിക്കും, 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ വസിക്കുന്ന പുഴു ഉണ്ട് എന്ന്. അതാണ് പാതാളത്തിലെ പുഴു, അല്ലെങ്കിൽ നരകത്തിലെ തീ. നരകത്തിൽ കെടാത്ത തീക്കകത്ത് പുഴു ചാകാത്തതും തീ കെടാത്തതുമായ എന്ന് യേശു പറയുന്നുണ്ട്. പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നിത്യാഗ്നിയിലേക്ക് വലിച്ചെറിയൻ എന്ന് പറയും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് സത്യമാണ് പ്രിയ സഹോദരങ്ങളെ, പരമസത്യമാണ്. ഈ സത്യത്തെ ഇതുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇന്ന് സഭയ്ക്കുള്ളിലോ ജനത്തിനോ സാധിക്കുന്നില്ല എന്നാണ് പരമസത്യം. അതുകൊണ്ട് കേൾക്കുന്ന വ്യക്തി നിങ്ങൾ 10,000 അയച്ചു കൊടുത്ത് മനുഷ്യനെ ഒരുക്ക്, നിങ്ങൾ ധ്യാന സെന്ററിലേക്ക് ഓടിക്കോ. നിങ്ങൾക്ക് ഓടാൻ പറ്റാത്ത വിധം നിങ്ങളുടെ എല്ലാ ഓട്ടവും നിലയ്ക്കാൻ പോവുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമുണ്ടോ? യേശു എന്ന ആ നാമം, യേശുവിൻ്റെ മുദ്രയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപം, ചിഹ്നമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപം ഉണ്ടായിരിക്കും. പ്രാവിൻ്റെ രൂപം അല്ലാതെയുള്ള എന്തെങ്കിലും ചിഹ്നം നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ നെറ്റിയിലോ യേശുവിൻ്റെ നാമവും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയായ പ്രാവിൻ്റെ മുദ്രയും അല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, നെറ്റിയിൽ ഉണ്ടെങ്കിൽ പ്രിയ സഹോദര, നിങ്ങൾ ഒരു സത്യമാണ് ഞാൻ പറയാം, എത്രയും പെട്ടെന്ന് യേശുവിൻ്റെ നാമത്തെ എടുത്ത് നെറ്റിത്തടത്തിൽ വയ്ക്കുക. എത്രയും പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടെന്നറിയുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞത്, കല്ലംകുളം ധ്യാന സെൻ്ററിൽ തന്നെ, തൃശ്ശൂർ ജില്ലയിലെ. ചിലർ ചോദിക്കുന്നുണ്ട് ഈ കല്ലംകുളം പറയുന്നത് തമിഴ്നാട്ടിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ല, ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് കല്ലംകുളം എന്ന സ്ഥലം. അവിടെയാണ് ഈ ധ്യാനം നടക്കുന്നത്. അവിടെ റൂഹാഭിഷേക ധ്യാനം അഥവാ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം എന്ന ധ്യാനം നടക്കുകയാണ്. ഈ ഫെബ്രുവരി മാസം 21, 22, 23 തീയതികളിൽ യേശുവിൻ്റെ നാമം നെറ്റിയിലില്ലാത്തവർ, യേശുവിൻ്റെ മുദ്രയില്ലാത്തവർ ഈ പീഡ സഹിക്കേണ്ടി വരുമെന്നും അവർ ആ വേദനയിൽ മരിച്ചു പോകുമെന്നും
ആ മരിക്കുന്നവരുടെ നെറ്റിത്തടത്തിൽ ഏത് മുദ്രയാണോ ഉള്ളത്, ഏത് സാത്താൻ്റെ സിമ്പലാണോ ഉള്ളത്, ആ സിമ്പലും കൂടെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റാലും കർത്താവിനെ ഒഴിപ്പിക്കും. പക്ഷേ ഉയർത്തെഴുന്നേപ്പിച്ച് അന്ത്യവിധിക്ക് രണ്ടാമത്തെ മരണത്തിന് വിട്ടുകൊടുക്കും. അതാണ് നിത്യപാതാളത്തിലേക്കുള്ള തള്ളല്. എന്നേക്കുമായിട്ട് ഈ ലോകം തീർന്നു പോവുക. പിന്നെ ഒരിക്കലും മനുഷ്യൻ അതിൽ നിന്ന് കരകയറുവാൻ, ഒന്ന് രക്ഷിക്കണമേ എന്ന് വിളിച്ചാൽ ആരും കേൾക്കുവാൻ ഈ പാതാളത്തിനകത്ത് ആരും ഉണ്ടായിരിക്കില്ല. സ്വർഗം ദൂരെ ഉയരത്തിൽ, നിത്യാനന്ദത്തിൽ, നിത്യസന്തോഷത്തിൽ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു വചനോടെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയ സഹോദരങ്ങളെ. അതിങ്ങനെയാണ് വെളിപാട് ഗ്രന്ഥം. ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി. വെളിപാട് ഗ്രന്ഥം 22-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ കർത്താവ് വെച്ചിരിക്കുകയാണ്, അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും അവിടെ രാത്രി ഉണ്ടായിരിക്കുകയില്ല. ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു, അവർ എന്നേക്കുമ്പോഴും. അപ്പം ഇനി അവിടെ രാത്രി ഉണ്ടായിരിക്കില്ല. എന്താണ് രാത്രി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഈ പാതാളഗർത്തത്തിലേക്ക് ഇത് വീണാൽ 3 ദിവസത്തെ അന്ധകാരമെന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യം, സത്യമാണ്. ഇനി അങ്ങനെയെങ്കിൽ ഇനി അവിടെ രാത്രി ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രാത്രി ഉണ്ടാവണമെങ്കിൽ സൂര്യൻ ഉണ്ടായിരിക്കണം. സൂര്യൻ പകലും രാത്രിയുമായിട്ട്, സൂര്യൻ 12 മണിക്കൂർ വെളിച്ചവും 12 മണിക്കൂർ ഇരുളും വരുമ്പോഴാണ് ഒരു ദിനരാത്രം ഉണ്ടാകുന്നത്, ഒരു ദിവസം ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു ദിവസം പകൽ മാറിക്കഴിയുമ്പോഴാണ് ഇരുട്ട് വരുന്നത്, വെളിച്ചം രാത്രി ഉണ്ടാകുന്നത്. അപ്പോൾ രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്. അപ്പോൾ സൂര്യൻ ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? സൂര്യനില്ലെങ്കിൽ പകലുമില്ല, രാത്രിയുമില്ല. ആ ഭയാനകമായ അവസ്ഥയെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ ഇത് ശാസ്ത്രീയമായിട്ട് സത്യമാണ്. കാരണം ആകാശത്തിൽ ആയിരക്കണക്കിന് അണുബോംബുകൾ പൊട്ടുന്നൊരു സമയം വരുന്നുണ്ട്. അത് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ, അതിൻ്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഇതിനു മുമ്പ് ഒരു ക്ലാസ് കിടപ്പുണ്ട്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 15 എന്താണെന്ന് അറിയാമോ? ബഹിരാകാശത്ത് ആണവായുധങ്ങൾ പൊട്ടുമ്പോൾ 7 ദിവസത്തെ സൂര്യൻ്റെ ശോഭ ഒറ്റ ദിവസം വരുന്നതാണ്. സൂര്യൻ്റെ ശോഭയല്ല, വെളിച്ചം. 7 ദിവസത്തെ സൂര്യൻ ഒന്നിച്ചുദിച്ചാൽ ഉണ്ടാകുന്ന അത്ര ചൂടും വെളിച്ചവും ബഹിരാകാശത്തുണ്ടാവും. അപ്പോൾ 100 കണക്കിന് സൂര്യൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങോട്ട് മനുഷ്യനെ നോക്കാൻ പറ്റില്ല. ഭൂമിയിലെ ചൂട് അതിഭയാനമായിരിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തു മരിച്ചു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തു മരിച്ചു. ഇനി വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ പറയുന്ന ഒരു വചനം കൂടെ നമ്മൾ കൂട്ടി വെച്ച് വായിക്കണം. 4-ാമത്തെ ദൂതൻ കാഹളമൊഴുകി. അപ്പോൾ സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. തകർന്നു എന്നല്ല എഴുതപ്പെടുക, തകർക്കപ്പെട്ടു എന്നാണ് എഴുതിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആരോ ഒരു വ്യക്തി അല്ല എന്തോ ഒരു വസ്തുക്കൾ കൊണ്ട് അത് നശിപ്പിച്ചു എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ഒരു 2-ാമത്തെ സ്റ്റെപ്പിലേക്കാണ് ഈ സംഭവം. അതായത് യുഗാന്ത്യത്തിൽ ലോകം അതിൻ്റെ അന്ത്യകാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് സൂര്യൻ നശിപ്പിക്കുന്നത്. അതേ ബഹിരാകാശത്ത് ആണവസ്ഫോടനം നടക്കുന്നത്. അപ്പോഴാണ് 100 കണക്കിന് സൂര്യൻ ബഹിരാകാശത്ത് ഉദിച്ച പോലെ ഭൂമി കത്തി ഉരുകി ചാമ്പലായി സൂര്യൻ നഷ്ടമാവുന്നു, ഇല്ലാതെയാവുന്നു. അതോടൊപ്പം ചന്ദ്രനും ഭൂമിയും നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മലയാളി വാർത്ത ഇൻസൈഡിൽ കൂടെ പറഞ്ഞ ഈ വചനം വെച്ച് ഞാൻ ക്ലാസ്സിനെ ഉദ്ദേശിച്ചില്ല. പക്ഷേ യാദൃശ്യമായിട്ടൊരു ജസ്റ്റ് വാർത്ത കേട്ടപ്പോൾ കിട്ടിയതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി പറയുവാൻ മാത്രം വചനത്തിൻ്റെ ആഴങ്ങൾ എത്തിയതുകൊണ്ട്, ആ സമയവും കാലഘട്ടവും എത്തിയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോട് ചേർത്ത് പറയണം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട യഥാർത്ഥ പ്രശ്നം, നമ്മൾ ഇതോർത്ത് വ്യാകുലപ്പെടുകയോ ഭയപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ അതും കൂടെ പറഞ്ഞുതരാം. എൻ്റെ നെറ്റിത്തടത്തിൽ യേശുക്രിസ്തു എന്ന നാമവും മുദ്രയും അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മുദ്ര, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ എന്താ പറയുക, ഇപ്പം ന്യൂസ് പേപ്പർ, സ്ഥിരമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളുടെ അടുത്ത് ആ ന്യൂസ് പേപ്പർ എന്ത് ന്യൂസ് പേപ്പറാണോ അതിനൊരു സിമ്പിൾ ഉണ്ടാവും, അതിനൊരു മുദ്രയുണ്ടാവും, അതിനൊരു അടയാളം ഉണ്ടാവും. ആ അടയാളമാണ് നമ്മൾ ആ പേപ്പർ വായിക്കാനുണ്ടാകുന്ന കാരണം. അതിപ്പം മലയാള മനോരമ എന്നാണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ മംഗളം എന്നാണെങ്കിൽ അങ്ങനെയാണോ, അല്ലെങ്കിൽ ദീപിക എന്നാണെങ്കിൽ അതിനകത്തൊരു ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും. അതെല്ലാം ഈ ഭൂമിയിലെ സിമ്പിളുകളാണ്, ഈ ഭൂമിയിലെ അടയാളങ്ങളാണ്. ഈ ഭൂമിയും അതിൻ്റെ അതായത് അനശ്വരനായ റോമർക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനം, അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ പക്ഷികളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറിയെങ്കിൽ ഇത്തരം വിഗ്രഹങ്ങളുടെ സിമ്പലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാണുന്നത് എങ്കിൽ പ്രിയ സഹോദര സഹോദരി, നമ്മളിൽ യേശുവിൻ്റെ നാമവും മുദ്രയും ഇല്ല. അത് കത്തോലിക്ക സഭയിലില്ല, മെത്രാന്മാരിലില്ല, വൈദ്യരില്ല, കന്യാസികളില്ല, എന്നിലില്ല, നിങ്ങളിലില്ല, ആരിലുമില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ മുദ്രയെ മാത്രം നമ്മൾ ആശ്രയിച്ചിരിക്കണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മാത്രം നമ്മൾ ആശ്രയിക്കണം. മറ്റൊരു സിമ്പലുകളും മുദ്രകളും നാമവും
നമ്മൾ ഉപയോഗിക്കാനോ കാണാനോ കേൾക്കാനോ പാടില്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് യേശുവിൻ്റെ നാമം വിട്ടുപോയെങ്കിൽ, എന്നിൽ നിന്ന് പരിശുദ്ധാത്മ മുദ്ര വിട്ടുപോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് കിട്ടാനുള്ള ഒരേ ഒരു സെൻറ്റർ ഇപ്പോൾ നടക്കുന്ന ധ്യാന സെൻറ്ററുകളാണ്. മറ്റൊരിടത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ദേവാലയത്തിൽ ചെന്നാൽ പോലും കിട്ടത്തില്ല. ഈ പരിശുദ്ധ കുർബാന കൂടി ചോദിച്ചൊന്നും ഈ നാമമുദ്ര കിട്ടില്ല പ്രിയ സഹോദരൻ. കിട്ടില്ല. ഉറപ്പ് ഞാൻ പറയാം. ഒരു 100 കുർബാന കൂടി വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ കിട്ടില്ല. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രവും, നിങ്ങൾ ഏത് മൊബൈൽ ഫോൺ കീശയിലുണ്ടൊക്കെയാണ് പള്ളിയിൽ പോകുന്നത്. നിങ്ങൾ പത്രമൊക്കെ വായിച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അല്ലെങ്കിൽ ഇന്നലെ തലേദിവസം സിനിമ കണ്ടിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ മോശമായ മ്ലേച്ഛമായ എന്തെങ്കിലും കണ്ടിട്ട് കേട്ടിട്ടൊക്കെയാണ് പള്ളിയിൽ പോകുന്നത്. കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തു എന്ന പരമസത്യ ദൈവത്തെ, അത് പ്രത്യക്ഷപ്പെട്ട മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. കാരണം മിന്നൽ പിണരെന്ന് എപ്പോഴും കാണാൻ പറ്റുകയില്ല. അത് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കും എന്നതുപോലെ സർവശക്തനായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. അത്ര അച്ചിട്ടാണ്, അത്ര കൃത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ. അതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ നെറ്റിത്തടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഈ ദിവസം, ഈ നിമിഷം, ഇപ്പോൾ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഈ നിമിഷം നിങ്ങൾ തീരുമാനിക്കണം. അത് അച്ഛന്മാർ തീരുമാനിക്കണം, മെത്രമാർ തീരുമാനിക്കണം, കന്യാസികൾ തീരുമാനിച്ചോണം, വചനപ്രവർത്തി തീരുമാനിച്ചോണം, മാർപ്പാപ്പ അടക്കം തീരുമാനിച്ചോണം. ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ ഈ 9-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ നക്ഷത്രം ഭൂമിയിലേക്ക് നിബദിക്കുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഉറപ്പാണ്. ഇത് മല പോലെയൊന്ന് ഭൂമിയിലേക്ക് വരുന്ന ഇത് വെളിപാട് എഴുതിയിട്ടുണ്ട്. അത് വന്നിരിക്കും, വരിക തന്നെ ചെയ്യും. അപ്പോൾ എന്തു സംഭവിക്കും? ഈ പറഞ്ഞ ഭൂമിയുടെ പകുതിയുടെ നഷ്ടവും, വലിയ ഭൂമികൾക്കും, വലിയ മരണവും, വലിയ 16 ലക്ഷങ്ങളും, ചിലപ്പോൾ ഒരു ഭൂഖണ്ഡം തന്നെ, ചിലപ്പോൾ ഒരു രാജ്യം തന്നെ ഇല്ലാതായി പോകും. ഇത് പരമസത്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അന്നേരം നമ്മൾ ഇത് അവിടെ ഇങ്ങനെ ഭൂമി ഉരുകിയിട്ടുണ്ട്, അതിനെ കെട്ട ഉരുണ്ട് വീണു, എനിക്ക് രക്ഷയില്ലോ എന്ന് പറയുമ്പോൾ യേശുവിനെ വിളിച്ചാലൊന്നും കേൾക്കുന്നത് യേശു അല്ല. യേശു ഇപ്പോൾ വിളിച്ചോണം. അതിനാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിന്, അടുത്ത മാസത്തിൽ നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾ ഒരു 2 ദിവസം 3 ദിവസം നിങ്ങൾ ജോലി ലീവ് എടുക്കണം. നിങ്ങൾ അധ്യാപകനാണോ ബാങ്കുകാരനാണോ ആരും ആയിക്കോട്ടെ, 3 ദിവസം നിങ്ങൾ ലീവ് എടുത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി വരിക. എത്രയും പെട്ടെന്ന് വരിക. എത്രയും പെട്ടെന്ന് ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ. ഇതെത്തി ഇനി അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. നമുക്കറിയാം, വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 6 മുദ്രകൾ തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. അതിൽ 1-ാമത്തെ 6 അധ്യായത്തിൽ 1-ാം വചനം, കുഞ്ഞാട് 7 മുദ്രകളിൽ 1 തുറന്നപ്പോൾ ഞാൻ നോക്കി, ആ 4 ജീവികളിൽ 1 ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവനൊരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിലേക്ക് അവൻ ജയത്തിനാഥം ആരംഭിച്ചു. ഏതാണ്? ഇസ്രായേൽ എന്ന രാഷ്ട്രം. വെള്ളക്കുതിര ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ വിശുദ്ധിയുള്ള രാജ്യം, ഒരു കുതിരയുടെ ശക്തിയുള്ള രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ രാജ്യത്ത് നിൽക്കുന്ന ആരാണ്? ഈ യുദ്ധങ്ങളിൽ നയിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അതാണ് വെള്ളക്കുതിര പുറത്തിരിക്കുന്നവൻ, അതാണ് യേശു ക്രിസ്തു. അപ്പോൾ 1-ാമത്തെ മുദ്ര തുറക്കുന്നത് 2027 ലോകമഹായുദ്ധം, 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ 1-ാമത്തെ മുദ്ര തുറക്കുക എന്ന് പറഞ്ഞാൽ ആഗോള യുദ്ധത്തിന് ഉദ്ഘാടനം, കാഹളനാദം അന്നേരം മുഴങ്ങുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും. ആ 2027 എത്തുന്നതിന് വേണ്ടി എത്ര കാലമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചോണം. ചുരുങ്ങിയ വിരലിലുണ്ടാവുന്ന 25 എത്ര ദൂരമുണ്ട്, അതൊന്ന് മനസ്സിൽ വയ്ക്കുക. രണ്ടാമത് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മുദ്രയും തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ വീണ്ടും ഒന്നുകൂടെ ഈ സമയത്ത് ഓർപ്പിച്ചു വയ്ക്കുകയാണ്. ഓരോ മുദ്രയും പൊട്ടുമ്പോൾ ഈ ലോകത്ത് മരണത്തിൻ്റെ, ലോകം മുഴുവനും മരണം, ഓരോ രാജ്യങ്ങളിലും ഓരോ വീടുകളിൽ പോലും മരണം, ഭക്ഷണം ഇല്ലാതെ ഉള്ള അവസ്ഥ, ഭക്ഷണം എന്ന വസ്തു ഭൂമി അപ്രത്യക്ഷമാകുന്ന ഓരോ മുദ്ര പൊട്ടുമ്പോൾ ഇവിടെ എല്ലാം മതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ വിഷയത്തോടനുബന്ധിച്ച് ഒന്നുകൂടി ചേർത്ത് പറയേണ്ടത് ഇത് പരമസത്യമാണ്, ശാസ്ത്രീയമായിട്ട് ശരിയാണ്. അതിനാൽ എൻ്റെ നെറ്റിത്തടത്തിൽ യേശുവിൻ്റെ നാമമുണ്ടോ, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവല്ലാതെ മറ്റെന്തെങ്കിലും സിമ്പലുകൾ, മുദ്രകൾ ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ പരിശോധിച്ചുകൊള്ളുക, ഉറപ്പുവരുത്തിക്കൊള്ളുക. ഇല്ലെന്നുണ്ടെങ്കിൽ ധ്യാന സെൻ്ററിലേക്ക് ഓടിക്കൊള്ളുക. ധ്യാനം കൂടി കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപത്തെ വെറുത്തും തിന്മയും പുറത്ത് ഉപേക്ഷിച്ച് സിമ്പലുകളെ കണ്ടെത്തി അത് വലിച്ചെറിഞ്ഞ് വിശുദ്ധി പ്രാപിച്ച് യേശുവിൻ്റെ ഭരണമായിട്ട് ഒരുങ്ങിക്കൊള്ളുക. അതിനപ്പുറത്തേക്കൊന്നും എനിക്കിനി പറയാനില്ല. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം എന്നെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, മുന്നേറാൻ ശക്തിയും ധൈര്യവും തരട്ടെ. ആത്മജ്ഞാനം കൊണ്ട് നിറയാൻ പരിശുദ്ധാത്മാവെ ഒരുക്കട്ടെ. ആമേൻ.